ഇന്ന് 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 ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് സെഷൻ കൈകാര്യം ചെയ്യാൻ വന്നത് GC ജോഷി തോമസ് സാറാണ്. ലൈഫ് സ്കിൽ ആൻഡ് HR ട്രെയിനറാണ്, കൗൺസിലറാണ്. അദ്ദേഹത്തിന്റെ കുറേയൊക്കെ വാക്കുകളും ക്ലാസ്സുകളൊക്കെ കേട്ട ആളാണ്. നല്ല ചുറുചുറുക്കു. വി വിൽ എൻജോയ് ദി സിറ്റുവേഷൻ. അപ്പൊ ഞാൻ അധികം പറയുന്നില്ല. അദ്ദേഹത്തിനും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും ഹാർദിക സ്വാഗതം നേരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഫൗണ്ടറായ ഹിഷാം ഹൈദർ സാറിനെയും ഇതിനെ കൊണ്ടു നടക്കുന്ന കോർഡിനേറ്ററായ ഷിജിത് സാർ, മുജീബ് സാർ, രേഖ മാഡം, പിന്നെ സുനില മാഡം, അവരെയും ഹാർദിക സ്വാഗതം നേരുന്നുണ്ട്. ഇതിന്റെ പ്ലാറ്റ്ഫോമിന്റെ കോ ഹോസ്റ്റായ മുഹമ്മദ് റിയാസ്, പ്രണവ് പണിക്കർ, അവരെയും ഹാർദിക സ്വാഗതം നേരുന്നുണ്ട്. ഇതിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ക്വിസ് മാസ്റ്ററായിട്ട് പ്രവർത്തിക്കുന്ന മനോജ് സാറിനെ ഹാർദികമായിട്ട് സ്വാഗതം നേരുന്നുണ്ട്. പിന്നെ ഇതിൽ എന്നും കാണുന്ന ആളെന്ന് പറയാം, കബീർദാസ് സാറായിരിക്കട്ടെ, നഹിദ മാഡം ആയിരിക്കട്ടെ, അസീസ് സാറായിരിക്കട്ടെ, എല്ലാവരും ഇതിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണ്. അവരെയും ഹാർദിക സ്വാഗതം നേരുന്നുണ്ട്. പിന്നെ ഏത് പ്രോഗ്രാമോ ഏത് ഓർഗനൈസേഷനോ അതിന്റെ സക്സസ് എന്ന് പറഞ്ഞ അതിന്റെ പാർട്ടിസിപ്പൻസ് ആണ്. അപ്പം ഈ പ്രോഗ്രാമിന്റെ പില്ലറുകളായ എല്ലാ പാർട്ടിസിപ്പൻസിനെയും ഹാർദിക സ്വാഗതം നേരുന്നുണ്ട്. ഒന്നുകൂടി എല്ലാവർക്കും സ്വാഗതം. ഓവർ ടു ചെയർമാൻ. താങ്ക് യു നാഗേഷ് ചേട്ടാ, ഒരുപാട് നന്ദി. കാരണം എന്താ വെച്ചാല് നമ്മള് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കും ഓരോ അവസ്ഥയെ നമ്മൾ ഓരോ ദിവസവും കൊണ്ടുപോകണം. നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യവും വരിക, അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള ഓരോ മനുഷ്യന്റെയും വിജയം. രാവിലെ തന്നെ നമ്മൾ വെൽക്കം പറയാൻ വേണ്ടി വിളിച്ചപ്പോഴേക്കും ജോഷി സാറേ ഓക്കെ ഐ ആം റെഡി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ നാഗേഷ് സാറ് വന്നത്. ഏതായാലും പ്രിയപ്പെട്ട ജോഷി സാറാണ് ഇന്ന് നമുക്ക് ഇവിടെ സെഷൻ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അദ്ദേഹം IPP ആൻഡ് ചാർട്ടർ പ്രസിഡന്റ്, JCI ചേർത്തല സെന്റർ, JCI സോൺ 22 കോർഡിനേറ്റർ, CSR ടാക്സ് പ്രാക്ടീഷണർ ആൻഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ, ബിസിനസ് പ്രൊജക്ട് കൺസൾട്ടന്റ്, ചേർത്തല ഫോർ 34 years. ജോഷി തോമസ് ആൻഡ് കമ്പനി ചേർത്തല, ട്രെയിനർ ഫോർ JCI ചങ്ക്സ് ASAP, ഓണർഷിപ്പ് എക്സ്പേർട്ട് ഇൻഡക്ഷൻസ് ഫാക്കൽറ്റി ഫോർ VHSC, ട്രെയിനർ ആൻഡ് കൺസൾട്ടന്റ് ഫോർ ടാക്സേഷൻ, ബാങ്കിങ് ആൻഡ് ബിസിനസ് മാറ്റേഴ്സ് കൗൺസിലർ, പാർട്ടിസിപ്പേറ്റ് ഇൻ ASPAC ജക്കാർത്ത. അദ്ദേഹം ഇന്ന് വെള്ളത്തിന് എത്ര ഭാരമുണ്ട് എന്നുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് നമ്മളുടെ ഇടയിലേക്ക് വന്നിട്ടുള്ളത്. സത്യത്തിൽ ജീവിതത്തിൽ ഒരു ഹോട്ടൽ ഫീൽഡിലുള്ള ഒരാളാകാൻ കാരണം ഇത്രയും കാലമായിട്ട് സാറേ അതിനെ കുറിച്ചിട്ട് കാര്യമായിട്ട് നോക്കിയിട്ടൊന്നുമില്ല. അതില് ഒരുപാട് പോയിന്റുകൾ കിടക്കുന്നുണ്ടെന്ന് തന്നെ ഇന്നലെ രാത്രി മുതലേ ഞാൻ ആലോചിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ കോഫി ടോക്കിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വെളിപ്പുറത്ത് എല്ലാവരും ഉണ്ട്. 818 ദിവസമായി സാറേ ഈ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു സംഭവം കറങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന് പക്ക ക്ലിയർ ആയിരിക്കണം. അപ്പോഴാണ് ആ മനുഷ്യന്റെ ആ ലൈഫ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കള്ളത്തരല്ലാതെ മറ്റൊരാളെ ചതിക്കാതെ അങ്ങനെയൊക്കെ ആകുമ്പോഴല്ലേ ഉള്ളൂ മനുഷ്യന് ഒരു ഉൾഭയം ഇല്ലാതിരിക്കുമ്പോഴുള്ളൂ ആ മനുഷ്യന്റെ ലൈഫ് വളരെ ഭംഗിയായിട്ട് യാത്ര ചെയ്യാന്നാണ് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞത്. അതുപോലെയാണ് ഈ കോഫി ടോക്കും 818 ദിവസമായിട്ട് വളരെ ഒരു സ്നേഹത്തിന്റെ ഒരു കെട്ടുറപ്പല്ല ഒരു മതിൽ തന്നെ ഇവിടെ പണിതിട്ടുണ്ട്. അതാർക്കും പൊളിക്കാൻ പറ്റാത്ത ലെവലിലാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞാൻ കൂടുതൽ സംസാരിച്ചിട്ട് നീട്ടുന്നില്ല. പ്രിയപ്പെട്ട നമ്മളുടെ ജോഷി സാറിന് ഇന്നത്തെ വെള്ളത്തിന് ഇത്ര ഭാരമുണ്ട് എന്നുള്ള സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കോഫി ടോക്കിന്റെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം അദ്ദേഹത്തിന് വേണ്ടി കൈമാറുന്നു. പ്ലീസ് വെൽക്കം സാർ. മ്യൂട്ടാണ് സാർ. ഓക്കെ ഓക്കെ. പുലരിത്തൂ മഞ്ഞു തുള്ളിയിൽ പുഞ്ചിരിട്ടു പ്രപഞ്ചം, ഭാരം താങ്ങാനരുതാതെ നീർമണി വീണുടഞ്ഞു വീണുടഞ്ഞു. മണ്ണിൻ നീരൻ മനസ്സിനെ മാനം തൊട്ടുണർത്തി, വെയിലിൽ കയ്യിൽ അഴകോലും വർണ്ണ ചിത്രങ്ങൾ മാഞ്ഞു, വർണ്ണ ചിത്രങ്ങൾ മാഞ്ഞു. കത്തിത്തീർന്ന പകലിന്റെ പൊട്ടും പൊടിയും ചാർത്തി, കത്തിത്തീർന്ന പകലിന്റെ പൊട്ടും പൊടിയും ചാർത്തി,
ദുഃഖസ്മൃതികളിൽ നിന്നല്ലോ പുലരി പിറക്കുന്നു വീണ്ടും, പുലരി പിറക്കുന്നു വീണ്ടും. ഗുഡ് മോർണിംഗ് ചെയർമാൻ ആൻഡ് ഓൾ മൈ ഫ്രണ്ട്സ്. മോർണിംഗ് സർ. ഞാനിന്ന് രാവിലെ ഈ നല്ല പുലരിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു സുപ്രഭാതം ആശംസിച്ചുകൊണ്ട് ഞാനൊരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വെള്ളത്തിൽ എത്ര ഭാരമുണ്ട്? ആർക്കെങ്കിലും പറയാമോ? നിങ്ങളുടെ അഭിപ്രായം പറയുക. വെള്ളത്തിന് എത്ര ഭാരമുണ്ട്? ഞങ്ങൾ 1 ലിറ്റർ വെള്ളത്തിന് 1 കിലോ ഭാരം. അഭിപ്രായങ്ങൾ പോകട്ടെ, കുഴപ്പമില്ല. അളക്കാൻ കഴിയില്ല. അളക്കാൻ കഴിയില്ല. പിന്നെ ആ വെള്ളം എത്ര ശക്തമാണോ അത്രയും ഭാരമുണ്ട്. വെള്ളത്തിന്റെ ശക്തിക്ക് അനുസരിച്ച് ഭാരമുണ്ട്. വെറുതെ അഭിപ്രായം പറഞ്ഞാണ്. അതിന്റെ കണ്ടെയ്നർ അനുസരിച്ച്. പിന്നെ കണ്ണുനീരിനെ അളക്കാതിരിക്കണേ വല്ലാത്തൊരു ഭാരമാണ്. എത്ര ഹൈറ്റ് നിന്ന് താഴോട്ട് പതിക്കുന്നു എന്നുള്ളതിനനുസരിച്ച്. ഓക്കെ, ശരി. അപ്പൊ ഞാനൊരു ഗ്ലാസ് എടുക്കുകയാണ്. ഇതിന്റെ അകത്ത് വെള്ളം ഒഴിക്കുക കേട്ടോ. ഈ വെള്ളത്തിന് എത്ര ഭാരമുണ്ട്? ഒരു 150 ഗ്രാം. 150 ഗ്രാം. ഇനി മൊത്തം ഭാരം മൈനസ് ഗ്ലാസിന്റെ ഭാരം. ഓക്കെ, പിന്നെ അത് ഹോൾഡ് ചെയ്യുന്ന സമയത്തിനനുസരിച്ച് അതിന് ഭാരം കൂടും. ഓക്കെ, വെരി ഗുഡ്. അതാരാ പറഞ്ഞത്? കൺഗ്രാജുലേഷൻ കേട്ടോ. JC രാജീവ്. ഓക്കെ, രാജീവ് സാർ, വളരെ നല്ല ഉത്തരവാണ്. വളരെ അഭിനന്ദനങ്ങൾ കേട്ടോ. അപ്പൊ ഇത് ഹോൾഡ് ചെയ്യുന്ന സമയത്തിനനുസരിച്ച് ഇതിന്റെ ഭാരം കൂടും. ഇത് നമ്മുടെ ജീവിതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? വെള്ളമുണ്ട്. ഞങ്ങളെ നെഗറ്റീവ് ചിന്തകളെ നമ്മൾ പിടിച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് പാത്രത്തിലാണോ വെള്ളം എടുക്കുന്ന ആയിരിക്കും ആ പാത്രത്തിന്റെ രൂപം തന്നെ ആയിരിക്കും വെള്ളത്തിന്. പിന്നെ ഞങ്ങളെ ജീവിതമാണ് വെള്ളം. പിന്നെ പോരട്ടെ. കൂടുതൽ സമയം നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഭാരം ഉണ്ടാവും. ഓക്കെ മാഡം. ചില ചിന്തകൾ വെള്ളം പോലെ ഒരു അത്ര സംഭവം അല്ലെങ്കിലും അത് നമ്മളെ കൂടുതൽ ഭാരം വന്നാൽ നമ്മുടെ ജീവിതം മൊത്തം അതിലിങ്ങനെ ഒന്നുമില്ലാതായി പോകും. ഓക്കെ, അഭിപ്രായം പറഞ്ഞാണേ. ഓക്കെ. ആ അഭിപ്രായം നല്ല അഭിപ്രായമാണ്. ഞാൻ ഉദ്ദേശിച്ച ഒരു ആൻസറിലേക്കാണ് വന്നത്. എന്തായാലും ഒരു കാര്യം എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ഈ വെള്ളം ചിലപ്പോൾ 250 മില്ലിയോ 250 ഗ്രാമോ 150 ഗ്രാമോ ആയിരിക്കാം ഇതിന്റെ വെയിറ്റ്. പക്ഷെ നമ്മളിത് ഹോൾഡ് ചെയ്യുന്തോറും നമുക്ക് ഇതിന്റെ ഭാരം കൂടുതലായി അനുഭവപ്പെടുന്നു. നേരത്തെ പലരും പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളും നമ്മുടെ ആകുലതകളും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ എത്ര നാൾ ഹോൾഡ് ചെയ്യുന്നു, എത്ര നേരം ഹോൾഡ് ചെയ്യുന്നു, അത്രയും നേരം പോകും തോറും നമ്മുടെ ഭാരം കൂടുതലായിട്ട് നമ്മൾ അനുഭവപ്പെടും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ ആകുലതകളും വ്യാകുലതും നമ്മൾ അധിക നേരം ഹോൾഡ് ചെയ്യാതെ പുറത്തു വിട്ടാലോ എങ്ങനെ ഇരിക്കും? ഭാരം കുറവ്, നന്നായിരിക്കും ജീവിതം. ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ അതിനെക്കുറിച്ച്? നമ്മളൊക്കെ ബലം പിടിച്ച് നിൽക്കുകയാണ് അല്ലേ? വളരെ ബലം പിടിച്ച് നിൽക്കുകയാണ്. അപ്പോ നമ്മളിങ്ങനെ ബലം പിടിച്ച് നിൽക്കുന്നിടത്തോളം നമ്മുടെ എല്ലാ ആകുലതകളെയും നമ്മുടെ പ്രശ്നങ്ങളെയും ഒക്കെ ആയിട്ട് നമ്മളിപ്പോ എല്ലാ മനുഷ്യരും, ഞാനും നിങ്ങളും അടക്കുന്ന എല്ലാ മനുഷ്യരും ചിരിക്കുന്ന മുഖവും നീറുന്ന മനസ്സുമായിട്ടാണ് നിൽക്കണം അല്ലേ? അതിനൊരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ചിന്തകളെ, നമ്മുടെ നെഗറ്റീവ് ചിന്തകളെയൊക്കെ നമ്മളിങ്ങനെ ദീർഘനേരം ഇങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അതൊക്കെ മാറ്റി നമ്മുടെ കയ്യിൽ നിന്ന് അതൊന്ന് മാറ്റി വെച്ചാൽ നമുക്ക് ഈ ഗ്ലാസ്സിലെ വെള്ളത്തിന്റെ ഭാരം വ്യത്യാസപ്പെടുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഭാരം വ്യത്യാസപ്പെടും. അങ്ങനെ നമ്മുടെ ഈ ജീവിതം, നമ്മുടെ മനസ്സിനെ, നമ്മുടെ നിയന്ത്രണം, ആ ദിവസത്തെ ആകുലത ഏറ്റെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണം നമുക്ക് ഏറ്റെടുക്കാൻ കഴിയട്ടെ എന്നതാണ് ഞാൻ ഈ വെള്ളത്തിന്റെ ഭാരം കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, എന്താ ഈ പ്രശ്നം? നമുക്ക് എന്താ നമ്മുടെ ആകുലതകൾക്ക് കാരണം വരുന്നത്? എന്താണ് സ്വാഭാവികമായിട്ട്?
അനാവശ്യമായ കുറെ ചിന്തകൾ, പിന്നെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട്, നാളെ പറ്റിയിട്ട് ചിന്തിക്കുന്നത്, അതാണ് ഏറ്റവും മെയിൻ റീസൺ. എല്ലാവർക്കും അഭിപ്രായം പറയാൻ കേട്ടോ. ടോട്ടലി മ്യൂട്ടാണോ? ഇത് നമ്മളൊരു ഇന്ററാക്റ്റീവ് ക്ലാസ്, ഇതാണ് ക്ലാസ് ഒന്നുമല്ല. നമ്മൾ രാവിലെ ഇച്ചിരി കുശലാന്വേഷണങ്ങളും കുറച്ച് കൊച്ചുവർത്താനം പറയുന്ന ഒരു വേദിയായിട്ടാണ് ഞാൻ ഈ കോഫി ടോക്കിൽ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ 3-ാമത്തെ 4-ാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ ഈ കോഫി ടോക്കിൽ വരുന്നത്. ആർക്കും ഉത്തരം ഇല്ല? ഇല്ല. ഓക്കെ. നമ്മുടെ ജീവിതത്തില്, നമ്മുടെ ബന്ധങ്ങളില്, നമ്മുടെ ഇന്നിപ്പോ രാവിലെ എഴുന്നേൽക്കുമ്പോ ഇന്ന് ചെയ്തു തീർക്കേണ്ട ജോലികളെ കുറിച്ചുണ്ടാകും, ആരെങ്കിലുമായിട്ട് പിന്നെ വഴക്കിട്ട പ്രശ്നത്തിനെ കുറിച്ചുണ്ടാവും, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ അഭിമുഖീകരിക്കേണ്ട കാര്യത്തെ കുറിച്ചുണ്ടാവും. അങ്ങനെ 100 ആകുലതകളുമായിട്ടാണ് നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യണം? അതിന് നമുക്ക് വേണ്ടത്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കൺട്രോൾ യുവർ മൈൻഡ് ബിഫോർ ദ ഡേ കൺട്രോൾസ് യു. അപ്പൊ ഈ ദൈനംദിന ജീവിതത്തിലെ ഇന്നത്തെ ഓരോ ദിവസത്തെയും പ്രശ്നങ്ങളും ഓരോ പരിമിതികളും ഓരോ ആകുലതകളും നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുക. ഞാൻ മനസ്സിലാക്കുന്നത് ഈ കോഫി ടോക്ക് പോലുള്ള ഒരു മഹത് സംരംഭത്തിന്റെ അടിസ്ഥാനവും അത് തന്നെയാണ്. രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പ്, എഴുന്നേറ്റ് നമ്മുടെ പ്രവൃത്തി പഥത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ, ശാന്തമാക്കാൻ, നമ്മുടെ ഈ അന്നത്തെ ഒരു ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്തു പോകാൻ, നമ്മുടെ കയ്യിൽ തന്നെ കൺട്രോൾ ആക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമാണ് ഈ പറയുന്ന ഈ മോർണിംഗ് ടോക്ക്, കോഫി ടോക്ക് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ നമ്മുടെ പിന്നെ ഈ ചിന്തകള്, ഈ ആവുകൾ മാറ്റാൻ, അല്ലെങ്കിൽ അതിനെ നിന്ന് ഒഴിവാക്കി നമ്മൾ ഫ്രഷ് ആകാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? രാവിലെ ഒരു മെഡിറ്റേഷൻ ആവാം, എണീച്ച ഉടനെ ആകാം. പിന്നെ ഏറ്റവും അടിസ്ഥാനപരമായി സാറ് പാടിയതുപോലെ നല്ല പാട്ടുകൾ കേൾക്കാം. കേൾക്കാം. വി മസ്റ്റ് ഹാവ് സെൽഫ് ലവ്. ഞങ്ങൾ തന്നെ സ്നേഹിച്ചുകൊണ്ട്, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു അല്ലേ? ഐ ലവ് യു ഇടാ. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ, പറഞ്ഞോ ബിന്ദു മേഡം, പറഞ്ഞോ. അല്ല, പ്രാർത്ഥനകൾ നല്ലതെന്ന് പറയാം. പ്രയർ. ഓക്കെ. അപ്പോ പൊതുവായി പറഞ്ഞാൽ, പിന്നെ നമ്മുടെ ഇമോഷണൽ റെഗുലേഷൻ, അല്ലെങ്കിൽ നമ്മുടെ വൈകാരത്തിന്റെ, അല്ലെ നമ്മുടെ മാനസികാവസ്ഥയുടെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും നന്നായിട്ടുള്ളത്. അതിലടങ്ങുന്നതാണ് ഈ പറഞ്ഞ മെഡിറ്റേഷനും പ്രാർത്ഥനയും എന്തെങ്കിലും പാട്ട് കേൾക്കുക എന്നുള്ളതെല്ലാം അതിൽ അടങ്ങുന്നതാണ്. അതായത് നമ്മുടെ ഇമോഷനെ കുറിച്ച് നമ്മൾ തന്നെ ഒന്ന് അവെയർ ആകുക. എന്നിട്ട് ആ ഇമോഷണലിന്റെ മേല് നമ്മുടെ സ്വന്തം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. എന്നിട്ട് നല്ല രീതിയിൽ നമ്മൾ നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുക. ഇപ്പൊ ഉദാഹരണത്തിന്, എനിക്ക് ഉള്ളിൽ മുഴുവൻ ദേഷ്യം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ ദേഷ്യമായിട്ടാണ് രാവിലെ പോയിട്ട് സാറിനെ കാണുന്നെങ്കിലും ഒരാളെ കാണുന്നെങ്കിലും എന്റെ ആ ദേഷ്യം കൊണ്ട് പോകും. ദേഷ്യം ഞാൻ എന്ത് ചെയ്യും? അടുത്ത ആളിലേക്ക് പോകും. അത് നമ്മൾ ഇവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്താലോ? ഞാൻ എന്നിൽ തന്നെ സ്റ്റോപ്പ് ചെയ്താലോ? എനിക്ക് ദേഷ്യം വന്നൊരു സംഭവം അല്ലെങ്കിൽ ഒരു കാരണം ഞാൻ എന്റെ അടുക്ക തന്നെ പിന്നെ ക്ലോസ് ചെയ്തിട്ട് അടുത്ത ആളിലേക്ക് പകരാതിരിക്കുക. അടുത്ത ആളെ കാണുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് അഭിവാദ്യം ചെയ്യുക, അല്ലെങ്കിൽ ഇടപെടുക. അപ്പൊ എന്ത് സംഭവിക്കും? കോൺഫ്ലിക്റ്റ് ഇല്ലാതെ രണ്ടുപേരും സന്തോഷവാനായി. അപ്പൊ ഒരേ കാര്യം തന്നെയാണ് അല്ലേ? ദേഷ്യം എനിക്ക് വന്നു, ആ ദേഷ്യം ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്തപ്പോൾ അത് അടുത്ത ആളിലേക്ക് പോയി, അടുത്ത ആള് വേറൊരാളിലേക്ക് പോയി, ഇങ്ങനെ കയറി പോകും. അപ്പൊ ഞാൻ തുടങ്ങിയ ദേഷ്യം, എന്നിൽ ആരംഭിച്ച ദേഷ്യം എന്ന വികാരം അങ്ങനെ ഇന്ന് കുറെ ഞാൻ പോലും അറിയാത്ത കുറെ ആളുകളിലേക്ക് ഇതിങ്ങനെ പടർന്ന് പോകും ഇല്ലേ? അപ്പൊ ഏറ്റവും നല്ലത് നമ്മുടെ വികാരങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് നെഗറ്റീവ് വികാരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിൽ തന്നെ ഒതുക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുറച്ചുകൂടി ആൾക്കാരെ പിന്നെ നമ്മൾ പൊതുവായിട്ട് ഇടപെടുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് നമ്മുടെ വികാരങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുകയാണ്, ആ വികാരങ്ങളെ പിടിച്ചിരിക്കുക. നമ്മൾ മനുഷ്യനാണ്. അപ്പൊ മനുഷ്യന്റെ ഈ വികാരങ്ങൾ ഇങ്ങനെ ദേഷ്യമാകട്ടെ, എന്ത് വികാരങ്ങളും നിരാശ ആയിക്കോട്ടെ, പ്രത്യാശ ആയിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, സന്തോഷം പങ്കുവെക്കുമ്പോൾ
ഇരട്ടിയാവും അല്ലേ? നമ്മൾ വർത്താനം പറയാം കേട്ടോ, ഒന്നുമല്ല, നമ്മൾ ക്ലാസ്സൊന്നും ഇല്ല ഇതിനകത്ത്. ഓക്കെ, സന്തോഷം പങ്കുവെക്കുമ്പോ ഇരട്ടിയാകും, ദുഃഖം പങ്കുവെക്കുമ്പോ എന്ത് സംഭവിക്കും? പകുതിയാവും. നമ്മൾ ആ സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതിൽ നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്. എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട പാട്ടാണത്. ഏതാണെന്നറിയാമോ? മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ടു മണ്ണിൻ മനസ്സിൽ. ആർക്കെങ്കിലും പാടാവോ? പാടാവോ? ആരെങ്കിലും അത് പാടാവോ? രാവിലെ അല്ലേ ഇത് പാട്, ചുമ്മാ പാടുന്നത്. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ടു മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. പഠിക്കാതെ. പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. ഒരു ചുംബനത്തിനായി ദാഹം ശമിക്കാതെ എരിയുന്ന പൂവിതൾ തുമ്പുമായി. പറയാത്ത പ്രിയതരമാമൊരു വാക്കിന്റെ മധുരം പടർന്നൊരു ചുണ്ടുമായി. വെറുതെ പരസ്പരം നോക്കിയിരിക്കുന്നു നിറമൗന ചഷകത്തിനിരുപുറം നാം. വെറുതെ പരസ്പരം നോക്കിയിരിക്കുന്നു നിറമൗന ചഷകത്തിനിരുപുറം നാം. ശരിയല്ലേ? മഴ കൊണ്ട് മാത്രം വിളക്കുന്ന കുറെ വിത്തുകളുണ്ട്. മണ്ണില് മഴയില്ലെങ്കിൽ വിത്തുകൾ മുളയ്ക്കത്തില്ല. എന്നുപോലെ തന്നെ പ്രണയത്തിനാൽ, പ്രണയം എന്ന് പറഞ്ഞാൽ പ്രേമത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ സ്നേഹത്തിനാൽ, നമ്മുടെ നല്ല ഇടപെടലുകളിനാൽ മാത്രം മുളയ്ക്കുന്ന കുറെ വിത്തുകള് നമ്മുടെ മനസ്സിന്റെ മണ്ണിലുണ്ട്. അപ്പൊ നമ്മള് ഈ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചഷകത്തിൽ, അല്ലെങ്കിൽ വീഞ്ഞു നിറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ നല്ല പാനീയം നിറഞ്ഞിരിക്കുന്നതിന് ഇരുവശത്തും നമ്മളിങ്ങനെ മൗനമായി ഇരിക്കുകയാണ്, ബലം പിടിച്ച് ഒന്നും മിണ്ടാതെ. വെറുതെ പരസ്പരം നോക്കിയിരിക്കുന്നു നിറമൗന ചഷകത്തിനിരുപുറം നാം. അപ്പോ അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ സ്ട്രെസ്സുകൾ, നമ്മുടെ നെഗറ്റീവ് വികാരങ്ങൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇനി അത് മാറിയിട്ട് നമ്മൾ കാണുന്ന ആൾക്കാരോട് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട്, രാവിലെ ചെല്ലുന്ന കാണുന്ന ആൾക്കാരോട് പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹായ് പറഞ്ഞാൽ, എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ, ചോദിക്കുന്നത് നമുക്കും കേൾക്കുന്ന ആൾക്കും വളരെ നല്ല ഒരു ഫീൽ ആയിരിക്കും അല്ലേ? അങ്ങനെയല്ലേ? ഹലോ, എങ്ങനെയായിരിക്കും? ഒരു നല്ല മറിച്ച് ചീത്തയായിട്ടാ പറഞ്ഞെങ്കിലോ? എല്ലാം ചീത്ത തന്നെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ അതില് ഏതെങ്കിലും ആൾക്കാരെ എപ്പോഴും കാണുമ്പോൾ, നമ്മളെല്ലാവരും പലപ്പോഴും പറഞ്ഞു വീണ്ടും പറയുകയാണ്, നമ്മളെപ്പോഴും ആൾക്കാരെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്യാനും എന്തുണ്ട് വിശേഷം എന്ന് പറയാനും നമ്മൾ ശ്രമിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ രണ്ട് ഗുണമുണ്ട്. നമുക്ക് നമ്മുടെ ഈ ക്ലാസ്സിന്റെ, നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ ജീവിതമായിരുന്നാലും നമ്മുടെ മനസ്സാകുന്ന ക്ലാസ്സിലെ ആ ടെൻഷനും ഒക്കെ ഒന്ന് മാറിയിട്ട് നമുക്കും ഒരു സുഖം കിട്ടും, കേൾക്കുന്ന ആൾക്കും സുഖം കിട്ടും. രണ്ടുപേർക്കും സുഖം കിട്ടുന്ന കാര്യം നമ്മൾ വേണ്ടത് വെക്കണോ? വേണ്ടത് വെക്കുന്ന കാര്യമുണ്ടോ? ഇല്ല. അപ്പോ നമ്മൾ വേണ്ടത്, നമ്മൾ പരസ്പരം നോക്കി മൗനമായിരിക്കാതെ നമ്മുടെ വികാരങ്ങൾ നല്ല രീതിയിൽ, നല്ല വികാരങ്ങൾ നമ്മൾ എല്ലാവർക്കും പകലിലേക്ക് കൊടുക്കുക. ഇനി നമ്മുടെ വിഷമ വികാരങ്ങൾ, നമ്മുടെ ആകുലതകളാണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ദുഃഖം പകുതിയായി മാറും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പറ്റും? ഇങ്ങനെ നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ തന്നെ ആവും. ജീവിതത്തിലെ പ്രശ്നങ്ങളും ജീവിതത്തിലെ സാഹചര്യങ്ങളും നമ്മളെ കീഴ്പ്പെടുത്താതെ നമ്മുടെ മനസ്സിനെ നിയന്ത്രണം നമുക്ക് നിർത്തി നമ്മുടെ വികാരങ്ങളെ നേരെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ തൊഴിലിലും നമ്മുടെ വീട്ടിലും നമ്മൾ കാണുന്ന ആൾക്കാരുടെ ഇടയിലും, നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് വഴക്ക് പിടിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ വണ്ടിയെ കയറി എങ്ങനെ ഇരിക്കും? ഒരു ബസ്സിൽ കയറിയാൽ കണ്ടക്ടറോട് ചൂടാവും, അല്ലെങ്കിൽ ഓട്ടോയിൽ കയറി കഴിഞ്ഞാൽ അയാളോട് ചൂടാവും. ഇതല്ലെങ്കിൽ വണ്ടി ഓടിച്ച് പോവുകയാണെങ്കിൽ ഒരാൾ സൈഡ് തന്നില്ലെങ്കിൽ എന്ത് പറ്റും? അവനെ ചീത്ത പറയും. അപ്പൊ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോ കണ്ടതാണ്,
ഒരാൾ ഇതേപോലെ ഒരു ബ്ലോക്കിൽ നിന്ന് ചീത്ത പറയുമ്പോ ആ മുമ്പിലുള്ള വണ്ടിക്കാരൻ ഇറങ്ങിയിട്ട് ആ ഡിക്കി തുറന്നിട്ട് മറ്റേ ആളോട് ഇതിനകത്തോട്ട് കയറിക്കോളാം. മനസ്സിലായോ? എനിക്ക് ധൃതിയാണെങ്കിൽ എന്റെ ഡിക്കിക്കകത്തോട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പൊ അതുപോലെയാ. പക്ഷെ അതേസമയം നമ്മൾ കുറച്ചുകൂടി നല്ല രീതിയിൽ നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ ചെല്ലുകയാണ്. ഹോട്ടലിൽ ചെന്നിട്ട് നമ്മളിപ്പോ രാവിലെ ചെന്ന് ചായക്ക് ഇച്ചിരി മധുരം കുറഞ്ഞു പോയി, അതിനോട് വേണേ പറയാം, ഓ എന്ത് പറഞ്ഞത് താനൊക്കെ തന്നെ മധുരം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വഴക്കുണ്ടാക്കാം. മറിച്ച് അയാൾ വിളിച്ച സ്നേഹിത ഇതിനകത്ത് ഇത്തിരി പഞ്ചസാര ഇടാവോ എന്ന് വെച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ അങ്ങനെ നമ്മൾക്ക് നല്ല ചിന്തകളും നല്ല പോസിറ്റിവിറ്റിയും പകരുന്നവരായിട്ട് മാറാനായിട്ട് നമുക്ക് ഈ ഇത് ഉപകരിക്കും. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഈ നമ്മുടെ വൈകാരിക നിയന്ത്രണത്തിന് എന്തൊക്കെയാ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്? നമുക്ക് എന്താണോ വികാരം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു അവയർനെസ് ഉണ്ടാവുക, അത് മനസ്സിലാക്കുക. എന്നിട്ട് നമുക്കുള്ള വികാരത്തെ നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്യുക. എനിക്ക് ദേഷ്യമാണെങ്കിൽ എനിക്ക് ദേഷ്യമാണെന്ന് അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിന്റെ റെസ്പോൺസ്, അതിന്റെ കൺട്രോൾ നമ്മൾ ഏറ്റെടുത്തിട്ട് നമ്മൾ ആ വികാരത്തെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അതിനുവേണ്ടിയുള്ള വിവിധ സ്ട്രാറ്റജികൾ ഉപയോഗിക്കുക. അതിനാണ് നേരത്തെ പറഞ്ഞ മെഡിറ്റേഷനോ റിലാക്സേഷൻ ടെക്നിക്കോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ഫോൺ ചെയ്ത് സംസാരിക്കാം, അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ഫോണിലോ വീഡിയോയിലോ അല്ലെങ്കിൽ വെറുതെ വിളിച്ച് സംസാരിക്കാം. ഇപ്പൊ രാവിലെ നമ്മൾ ഇത്രയും പേരുടെ ഒന്നിച്ചുകൂടി രണ്ട് പാട്ടൊക്കെ കേട്ട് രണ്ട് വിശേഷമൊക്കെ പറയുമ്പോൾ സുഖം തോന്നിയില്ലേ? മനസ്സിന് സന്തോഷം തോന്നിയില്ലേ? ഈ സന്തോഷത്തിന്റെ സ്പിരിറ്റിലായിരിക്കും നമ്മൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഈ ദിവസം മുഴുവൻ ഈ ഒരു സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് നിറഞ്ഞു നിൽക്കും. നമ്മുടെ വികാരങ്ങൾ ഉള്ളിൽ എന്ത് തന്നെ ആയിരുന്നാലും അത് മറ്റുള്ളവരിലേക്ക് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും സുന്ദരമായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുക. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മുടെ വരണ്ട് കിടക്കുന്ന മനസ്സിലേക്ക്, ഈ വരണ്ട ഭൂമിയിലേക്ക് മഴ വീഴുന്നത് പോലെ നമ്മുടെ വരണ്ടിരിക്കുന്ന സ്റ്റിഫായിരിക്കുന്ന മനസ്സിലേക്ക് കുളിർമ വരുന്നത്. ചിലപ്പോൾ അയാൾ അതിനേക്കാൾ വലിയ ടെൻഷനിലായിരിക്കും. നമ്മളീ പോയി ഇത് കാര്യം പറഞ്ഞു കഴിയുമ്പോൾ എന്തെങ്കിലും നല്ല വാക്ക് പറയും, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അയാളുടെ മനസ്സും കുളിർമയുള്ളതാവും, അല്ലെ? അങ്ങനെ കുളിർമയുള്ള മനസ്സായി തീരുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഈ നല്ല വികാരം, അല്ലെങ്കിൽ നമ്മുടെ ഈ സൂത്തിങ് മെന്റാലിറ്റി, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത വിഷസ് പാസ് ചെയ്ത് നമ്മൾ പോലും അറിയാത്ത ആളുകളിലേക്ക് പകർന്ന് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ഈ ലളിതം എന്നൊരു കവിത കിട്ടും. നിങ്ങള് പിന്നെ നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്, അല്ലെ? പി രാമേന്ദ്രന്റെ ലളിതം കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ എന്ന് പറഞ്ഞൊരു കവിത. ആരെങ്കിലും ചൊല്ലാവോ അത്? ആരെങ്കിലും അറിയാവോ? ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ എന്നതിന് ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. ഇനിയും ഉണ്ടാകുമെന്നതിൻ സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂട് മാത്രം മതി. ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ. ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ. പി രാമേന്ദ്രൻ തന്റെ ലളിതം എന്ന കവിതയിൽ ജീവിതത്തെ ഇത്ര ലളിതസുന്ദരമായി ഒരു പക്ഷി, ഒരു കുരുവി കാണുന്നത് പോലെ കാണുകയാണ്. എന്താണ്? ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ശരിയല്ലേ? രാവിലെ നമ്മുടെ ഒരു കിളി അവിടെ വന്നിട്ട് മധുരമായൊരു കുയില് വന്നിട്ട് മധുരമായൊരു പാട്ട് പാടുകയാണ്. അപ്പൊ ആ കുയിൽ അവിടെ ഉണ്ടായിരുന്നു ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് ആ സംഗീതം നമുക്ക് പറ്റും. എന്ന് പറഞ്ഞ പോലെ നമ്മളിവിടെ ഉണ്ടെന്നറിയാൻ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ചാരത്ത് നമ്മൾ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും നമ്മുടെ സാക്ഷ്യം ഉണ്ടാകുവാൻ നമ്മൾ മധുരമായ കൂവലുകൾ, നമ്മുടെ മധുരമായ ഭാഷണങ്ങൾ, മധുരമായ പെരുമാറ്റങ്ങൾ ഉപകരിക്കട്ടെ. ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ എന്നതിന് സാക്ഷ്യമായി ഒരു വെറും തൂവൽ താഴെ ഇട്ടാൽ മതി. ചില ആൾക്കാർ അങ്ങനെയല്ലേ? നമ്മുടെ ഒരു ഗ്രൂപ്പിൽ നിന്നൊക്കെ ആരെങ്കിലും ഒക്കെ ഇല്ലാതെ വരുമ്പോൾ എന്ത് അവൻ ഇല്ലാത്ത തിരക്കും, അല്ലേ? മറ്റു ചിലത് അങ്ങനെയാണ്. മറ്റു ചിലത് ഇല്ലെങ്കിൽ ഒയ്യോ ഇന്ന് അവൻ ഇല്ല എന്ന് വിചാരിക്കും, അല്ലേ? ശരിയല്ലേ? അല്ലേ സാറേ? ശരിയല്ലേ? അപ്പോ നമ്മളിവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സാക്ഷ്യത്തിനായി നമ്മുടെ പ്രസൻസ് മാർക്ക് ചെയ്യാൻ നമ്മുടെ ഒരു പ്രത്യേകത, നമ്മുടെ ഒരു സംസാരങ്ങൾക്ക്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് സാധിക്കും. ഇനിയും ഉണ്ടാകുമെന്ന സാക്ഷ്യമായി അടയിരുന്നതിന് ചൂട് മാത്രം മതി. മനസ്സിലായോ? എന്താണ് പക്ഷി പറയുക? പക്ഷികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഈ പക്ഷി മുട്ടയിട്ട് അടയിട്ട് ഇരുന്ന്
പുതിയ തലമുറയ്ക്ക്, പുതിയ പക്ഷികൾക്ക് ജന്മം നൽകുമ്പോൾ അത് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഉണ്ടായ സാക്ഷ്യമായിട്ട് അത് മതി. ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ എന്താ പറയുക. അപ്പൊ കിളികളെ പോലെ നമ്മുടെ മധുര ഭാഷണം കൊണ്ട്, മധുരതരമായ ഇടപെടലുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ നൽകുവാൻ, മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നവരാകുവാൻ, നമ്മളുടെ സാന്നിധ്യം എന്നും മറ്റുള്ളവർ കൊതിക്കുന്നതാകുവാൻ ഉള്ളൊരു സ്വഭാവവിശേഷം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ആശംസിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഇത്രയും ഇപ്പോൾ പറയാനുള്ളൂ. ഇതിൻ്റെ അകത്ത് മിച്ചമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വികാരങ്ങളുടെ നിയന്ത്രണവും അതിന്റെ പോസിറ്റീവായിട്ടുള്ള ട്രാൻസ്മിഷനും നമ്മുടെ തന്നെ വെൽബീയിങ്ങിനും നമ്മളുമായി ബന്ധപ്പെടുന്ന ആൾക്കാരുടെ വെൽബീയിങ്ങിനും ആവശ്യമാണ്. നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ സ്ട്രെസ് പോലുള്ള വികാരങ്ങളെ നമ്മൾ കൊണ്ടു നടക്കാതെ, ഈ ഗ്ലാസ്സിലെ വെള്ളത്തെ പോലെ താങ്ങിപ്പിടിച്ച് നടക്കാതെ അങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മൾ സ്വതന്ത്രരാകുക. അപ്പൊ നമ്മൾ ഫ്രീ ആകും. നമ്മുടെ ജീവിതവും നമ്മൾ ബന്ധപ്പെടുന്ന ആൾക്കാരുടെ ജീവിതവും ഫ്രീ ആകും. ഇതാണ് ഞാൻ ഇതിനകത്തുള്ള സന്ദേശം. നിങ്ങൾക്ക് എന്താണ് ഇതിനകത്തുനിന്ന് മനസ്സിലായത്, അല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് ഒരു ടേക്ക് അവേ ആയിട്ടുള്ളതെന്ന് പറയാമോ, ഒന്ന് ഷെയർ ചെയ്യാമോ? നമ്മുടെ ഈ മിനിറ്റുകളിൽ ഉണ്ടായിട്ടുള്ള നിങ്ങളുടെ ഒരു എന്താണ് നിങ്ങളുടെ റെസ്പോൺസ് എന്ന് ഷെയർ ചെയ്യാമോ? ഫീഡ്ബാക്ക് അല്ല ഞാൻ ചോദിച്ചത്, നമ്മൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ടേക്ക് അവേ കിട്ടി രാവിലെ? ഞങ്ങൾ എങ്ങനെ ഉണ്ടാവും അങ്ങനെ ആയിരിക്കും ഞങ്ങളുടെ സറൗണ്ടിങ്സ്. അപ്പൊ ഞങ്ങളെ ദുഃഖമായിരിക്കട്ടെ, എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് തന്നെ, അടുത്ത ബന്ധുക്കളുടെ അടുത്ത് ഷെയർ ചെയ്യുമെങ്കിൽ അതൊരു 50% കുറയും. പക്ഷെ സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ മറ്റവർക്ക് പകർത്തെങ്കിൽ ഞങ്ങളും സന്തോഷമാവും, ഞങ്ങളെ സറൗണ്ടിങ്സും സന്തോഷമാവും. നല്ലൊരു സറൗണ്ടിങ്സ്, നല്ലൊരു ജീവിതം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് എന്നും നേരത്തെ പാട് പറഞ്ഞ ഇത് പറഞ്ഞ മാതിരി ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഞാനിവിടെ ഉണ്ട് എന്ന് തെളിയിക്കാൻ പറ്റും. നമ്മൾ എന്തൊക്കെ ചെയ്തെങ്കിൽ നമ്മളെ ആൾക്കാർ നമ്മളെ ഓർക്കൂ. ഉള്ള സമയത്ത് ഞങ്ങൾക്ക് അവരൊന്നിച്ചിട്ട് എൻജോയ് ചെയ്യാം. ജീവിതത്തിൽ വേണ്ടത് അതാണ്. ഇതെന്നും ഇപ്പൊ ഈ നമ്മളെ 7am കോഫി ടോക്ക് ഇത്ര സ്ട്രോങ് ആയിട്ട് പോവാൻ കാരണം ഈ ഉള്ള സമയത്ത് ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വരുമ്പോൾ എല്ലാവരും തമ്മിൽ ഒന്നിച്ചിട്ട് നിന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനും സറൗണ്ടിങ്സ് ആണ്. അതാണ് ഈ ഇതിൽ ഞാനിപ്പം സാറ് പറഞ്ഞതിൽ മനസ്സിലാക്കിയത്. താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും ടേക്ക് പറയാൻ പറ്റുമോ? നമ്മള് ചില കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ തെറ്റ് നമ്മളെ ഭാഗത്ത് തന്നെ ആയിരിക്കും. പക്ഷെ അത് എപ്പോഴും ഇങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കാതെ നമ്മളത് റിലാക്സ് ചെയ്ത് വിടാം. പിന്നെ അടുത്ത കാര്യങ്ങൾക്ക് നമ്മുടെ ഡെവലപ്മെന്റിൽ നമ്മളെ മുന്നോട്ടുള്ള ഉയർച്ചയിൽ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുക. ചെറിയ ചെറിയ നേട്ടങ്ങളിലും വളരെ മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും സന്തോഷങ്ങൾ ഉണ്ടെങ്കിലും അത് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് സന്തോഷം വർദ്ധിപ്പിക്കുക. പിന്നെ കൈക്കോട്ടിന്റെ പോലെ ആവരുത്, എല്ലാം ഇങ്ങോട്ട് വലിച്ചെടുക്കരുത്. കുറച്ചൊക്കെ ആളുകൾക്ക്, നമ്മളെ ഫ്രണ്ട്സിന്, സർക്കിളിൽ നമ്മളുള്ള ചുറ്റുപാടുള്ള ആളുകൾക്കും കൊടുക്കുക. അതൊക്കെ തന്നെ. നമ്മുടെ ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യേണ്ടത് വളരെ നല്ലൊരു പോസിറ്റീവ് എനർജിയിലായിരിക്കണം. ആ എനർജി അത് മെഡിറ്റേഷനോ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രയറോ മെഡിറ്റേഷനോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുക എന്നൊക്കെ സാർ പറഞ്ഞു, അങ്ങനത്തെ ഏതെങ്കിലും രീതിയിൽ നമ്മളെ ചാർജ് ചെയ്ത് നല്ല പോസിറ്റീവ് എനർജിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിൽ നിന്ന് ആ പോസിറ്റീവ് വേവ്സ് മറ്റുള്ളവരിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. അപ്പൊ അതിങ്ങനെ ആ വേവ്സ് അങ്ങനെ പോയിക്കോളും. അതല്ല നമ്മൾ സാർ പറഞ്ഞ പോലെ തന്നെ ഭാരമുള്ള എന്തെങ്കിലും നമ്മളെ മനസ്സിൽ കനവുമായിട്ട് നമ്മൾ അത് പിടിച്ചുകൊണ്ടിരുന്നാൽ അതായിരിക്കും നമുക്ക് മറ്റുള്ളവർക്കും ആ വിഷമത്തിന്റെ വേവ്സ് ആയിരിക്കും നമ്മളിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുക. അപ്പൊ അത് മറ്റുള്ളവർക്കും പ്രയാസമാണ്, നമുക്കും ബുദ്ധിമുട്ടാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. എപ്പോഴും പോസിറ്റീവായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഊർജവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് മറ്റുള്ളവർക്കും നമുക്കും നമ്മുടെ ഹെൽത്തിനും ഒക്കെ നല്ലതായിരിക്കും. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? നമ്മുടെ സമയം ഏകദേശം തീരാറായെന്ന് തോന്നുന്നല്ലേ സാറേ? ഹലോ, സമയം തീരാറായെന്ന് തോന്നുന്നല്ലേ? കുഴപ്പമില്ല, ഒരു 5 മിനിറ്റ് കൊണ്ട് എടുക്കാം. കുഴപ്പമില്ല. അപ്പോ
ഇതാണ് നമുക്ക് കിട്ടിയ ഫീഡ്ബാക്ക്. എത്രയും ഇതാണ് നമ്മുടെ ടെൻഷനും നമ്മുടെ പിന്നെ നെഗറ്റീവ് വികാരങ്ങളും നമ്മുടെ ദേഷ്യങ്ങളും ഒക്കെ നമ്മളിങ്ങനെ താങ്ങിപ്പിടിച്ച് നിൽക്കാതെ അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മളത് ഫ്രീ ആയി കഴിയുമ്പോൾ ഒന്ന് ഷെയർ ചെയ്തിട്ട് അല്ലെങ്കിൽ കുറച്ച് മാറ്റി വെച്ച് ആവശ്യത്തിന് അതാതിന്റെ ടെൻഷൻ മതി. ഓരോ ദിവസവും അതാതിന്റെ ടെൻഷൻ മതി. നമ്മൾ കിളികളെ പോലെ അതാത് ദിവസം കിളികൾ എങ്ങനെയാണ്, കിളികൾ എങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി പിറ്റേ ദിവസം രാവിലെ ഒരു പുതിയ പാട്ടുമായിട്ട് കിളികൾ വരുമല്ലേ നമ്മുടെ അടുക്കൽ, ഇല്ലേ? ആ കിളികളെ പോലെ നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ പുതിയ പുതിയ പാട്ടുകളുമായിട്ട് നമ്മുടെ ഒരു പുതിയ പുതിയ ദിവസമായിട്ട് കണക്ക് കൂട്ടിക്കൊണ്ട് പഴയതിനെ താങ്ങി നടത്താതെ നമ്മുടെ ഈ ഒരു പണ്ടൊരു കവിത കേട്ടിട്ടുണ്ട്, ഒറ്റ പതിപ്പുള്ള പുസ്തകം ഈ ജന്മം, ഒറ്റപ്പുറവും ഓരോ തവണ മാത്രം നോക്കാൻ നിയോഗം, പഴയ താളൊക്കെ മറന്നുപോയെന്നേക്കുമെങ്കിലും ചിത്രങ്ങളായി കുറിമാനങ്ങളായി ചിലത് എത്രയും ഭദ്രം കരുതുന്നത് ഓർമ്മകൾ. ആ ഏടുകൾ ഓരോന്ന് നീക്കവേ ഓർമ്മ തൻ ഈടുവായ്പിൽ കനം വായിക്കവേ ഇത്തിരി ഭാരം ഇറക്കി വെക്കുവാൻ ഇടം തേടി കിതയ്ക്കും ഈ യാത്രക്കിടയിലും പിന്നിലെ പാത വിളിപ്പു മറക്കുക പോരുക, മുന്നിലെ പാത വിളിപ്പു മറക്കുക പോരുക, പിന്നിലെ പാത ചോദിപ്പു മറക്കുമോ പോകുമോ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പിന്നിലുള്ള ദുഃഖചിന്തകളൊക്കെ നമ്മൾ മാറ്റിയിട്ട് അതിനെ ഒരു വശം മാറ്റിയിട്ട് പുതിയ പുതിയ ചിന്തകളിലേക്ക്, പുതിയ നല്ല ചിന്തകളിലേക്ക് ഓരോ ദിവസവും ആകുവാൻ നമുക്ക് കഴിയട്ടെ. അപ്പൊ നമുക്ക് കിളികളെ പോലെ ഓരോ ദിവസവും പുതിയ പ്രഭാതത്തിൽ പുതിയ സംഗീതം പാടാൻ, പുതിയ ഒരു സന്തോഷം പകർന്നു നൽകാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഫീഡ്ബാക്കോ എന്തെങ്കിലും ആകാം. സെഷൻ കഴിഞ്ഞോ സാറേ? ആ, ഓക്കെ, താങ്ക് യു. ഒരു പാട്ടിലാണ് ഇന്ന് തുടങ്ങിയത്. സുപ്രഭാതം, പുലരി, അങ്ങനെയൊക്കെ ആയിട്ട് തുടങ്ങി. പുറമേ ചിരിക്കുന്ന മനുഷ്യരും ഉള്ളിൽ നീറുന്ന ചിന്തകളും എന്നുള്ള വാക്കുകൊണ്ടാണ് പിന്നെ അടുത്തതൊരു തുടക്കം കുറിക്കുന്നത്. പ്രകൃതിയും അതുപോലെ തന്നെ കിളികളും കഥകളും കവിതകളുമായിട്ട് ഇന്ന് മനുഷ്യന് രാവിലെ തന്നെ ആഴത്തിലേക്ക് ഇറങ്ങാനുള്ള പോയിന്റുകളായിട്ടാണ് സാർ വന്നത്. ആ ഗ്ലാസിനെ പോലെ തന്നെയാണ് ഒരാവശ്യമില്ലാതെ കുറെ വേദനകൾ എല്ലാ മനുഷ്യന്മാരും ഉള്ളിൽ ഇങ്ങനെ എടുത്തു വെക്കുന്നുണ്ട്. അതൊന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ നെഗറ്റീവായി ചിന്തിക്കുമെന്നുള്ളൊരു കാഴ്ചപ്പാട് അവിടെ കാണുന്നുണ്ട്. പക്ഷെ തുറന്നു പറയാനുള്ള ഒരു കൂട്ടുകാരന് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ കുറെ വേദനകളൊക്കെ നമുക്ക് മാറ്റാൻ കഴിയും എന്നുള്ളൊരു സെഷനാണെന്ന് എടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ജോഷി സാറ് ഏതായാലും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഫീഡ്ബാക്കിനെ കുറിച്ചിട്ട്. നോർമലായിട്ട് നമ്മൾ ഫീഡ്ബാക്ക് പറയുന്നതാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് പറയുക ആ ക്ലാസ് ഇന്നത്തെ സെഷനെ കുറിച്ചിട്ട്. പ്ലീസ് വെൽക്കം ഓൾ. ഗുഡ് മോർണിംഗ് കബീർദാസ് ആണ് ആറ്റിങ്ങൽ. സാറേ ഒരുപാട് സാറിനെ കണ്ടതിൽ തന്നെ വലിയ സന്തോഷം. പിന്നെ ഇന്നത്തെ അവതരണ ശൈലി വേറെ രീതിയായിരുന്നു. സാറിന്റെ പാട്ടുകളും കാര്യങ്ങളുമായിട്ടൊക്കെ മോർണിംഗ് ഒരു വൈബ് തന്നെ മാറ്റി. നന്നായിരുന്നു. ചിന്തിക്കാൻ ഒരു അർത്ഥത്തിൽ ചിന്തിക്കുന്നവർക്കൊണ്ട് ഒരുപാട് ചിന്തകളും കാര്യങ്ങളും ഒന്നും ഹോൾഡ് ചെയ്ത് കൊണ്ട് നടന്ന് മനസ്സിനെ വ്യാകുലപ്പെടുത്തരുത് എന്ന് സാറിന്റെ ഭാഷ്യത്തിൽ പറഞ്ഞാൽ അതാണ് സത്യവും. ജീവിതത്തിൽ ഇതൊക്കെ ഇവിടെ കൊണ്ടുപോകാനാണ്. ഇതെല്ലാം ഇങ്ങനെ ടെൻഷൻ കൊണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഓരോ ദിവസങ്ങളും അതുപോലെ തന്നെ പറയുന്നത് മറ്റുള്ളവരുടെ അടുത്തുള്ള ദേഷ്യവും നമ്മൾ സൂക്ഷിക്കരുത് എന്നാണ് പറയുന്നത്. അത് അവരെക്കാൾ കൂടുതൽ ദോഷം ചെയ്യുന്നത് അവരറിയുന്നത് പോലുമില്ല. സാറിന് എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ എനിക്കില്ലെങ്കിൽ സാറിനോട് ദേഷ്യമുണ്ടെങ്കിൽ അത് സാർ അറിയുന്നില്ല. പക്ഷെ ഞാൻ എന്നെ തന്നെ അത് വെച്ച് ആ കനലിന്റെ ചൂട് ഞാൻ എൻ്റെ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് നടക്കുന്നത് എന്ന് പറയുന്നത് പോലെ വളരെ ഗംഭീരമായിരുന്നു. ചിന്തിച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അതൊരു ഗ്ലാസ് ഹോൾഡ് ചെയ്യുന്നതിൽ തുടങ്ങി നല്ല പാട്ടുകളിലൂടെ നമ്മുടെ അനുവാചകരെ വളരെ സുന്ദരമായി ഒരു ദിവസം മോർണിംഗ് പ്രദാനം ചെയ്ത അങ്ങേക്ക് ആയുരാരോഗ്യ സൗഖ്യവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്നായിരുന്നു സാറേ. ഓക്കെ, ബൈ ബൈ. ജോഷി സാറ് നല്ലൊരു സെഷൻ ആയിരുന്നു. നേരത്തെ പറഞ്ഞ മാതിരി പാട്ടുന്നാണ് തുടങ്ങിയത്. നമ്മളെ ജീവിതം രാവിലെ ഒരു നല്ലൊരു ചിന്തയിന്നു നല്ലൊരു പാട്ടുന്നു തുടങ്ങിയ ആ ദിവസം നന്നായിരിക്കും. അപ്പൊ ഇന്നത്തെ ദിവസം സാറിന്റെ പാട്ടും പിന്നെ കുറെ ആൾക്കാരെ വാക്കുകളും അവർ പുസ്തകങ്ങളിൽ പറഞ്ഞ കുറെ വാക്കുകൾ മുഖാന്തരം ഞങ്ങൾ ഒരു നല്ലൊരു അറിവുണ്ടാക്കി. നമുക്കൊരു ഒപ്പന്നറാണ് വെറുതെ ചിന്തകള് മനസ്സിൽ വെച്ചുകൊണ്ടും നേരത്തെ കബീർ സാർ പറഞ്ഞ മാതിരി ഏറ്റവും വിഷമായ ഒരു ഇതിന്ന് ദ്വേഷം കൊണ്ട് നടക്കുന്നതാ. അത് മറ്റവർക്കൊന്നും അറിയുന്നില്ല. ഞങ്ങളാണ് അതിൽ സഹിക്കേണ്ടതാ. അപ്പൊ അത് ഒരിക്കലും പാടില്ലാത്തതാ. ദ്വേഷം കൊണ്ടു നടന്ന ഞങ്ങളാണ് വിഷമിക്കുന്നത്, മറ്റവർക്ക് ഒരു ഇതില്ല.
അപ്പം ഞങ്ങളുടെ ജീവിതത്തിലുള്ള നല്ല ചിന്തകളാണ്. ഒന്ന് പക്ഷികൾ വരുന്നത് എന്നും നല്ല നല്ല പാട്ടുകളുമായിട്ട്. അപ്പൊ അത് കേൾക്കുക, അത് എൻജോയ് ചെയ്യുക. അതേമാതിരി ഞങ്ങളുടെ ജീവിതത്തിലുള്ള നല്ല വാക്കുകളും നല്ല സിറ്റുവേഷനും മറ്റവരുടെ അടുത്ത് ഷെയർ ചെയ്തുകൊണ്ടും അവരെ സന്തോഷിപ്പിക്കുക. ഒരു സമൂഹത്തിലുള്ളാകുമ്പോൾ എല്ലാവരും ഒന്നിച്ചിട്ട് പോകാനുള്ള ഒരു അവസരമാണ് സാറ് നമുക്ക് ഒരുക്കി തന്നത്. വളരെ നന്ദി സാർ. ഇതിനും വീണ്ടും ചില സെഷനുമായിട്ട് ഞങ്ങളെ കാണണം, വരണം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഉസ്മാൻ സാർ. താങ്ക് യു. ജോസ് സാർ, താങ്ക് യു സോ മച്ച്. ഞാൻ ഹേമജന്തി പ്രകാശ്, തിരുവനന്തപുരത്ത് നിന്ന്. അടിപൊളി സെഷൻ ആയിരുന്നു. സൂപ്പർ ആയിരുന്നു, സൂപ്പർ ആൻഡ് ഡ്യൂപ്പർ. ഒന്നും പറയാനില്ല. തുടക്കത്തിലെ സാറിന്റെ ആ ഒരു പാട്ട്, അത് നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഹൃദയത്തിൽ നല്ലൊരു സന്തോഷം നിറഞ്ഞ ഒരു ഈവന്റ് ആയിരുന്നു. സൂപ്പർ, സൂപ്പർ ആൻഡ് ഡ്യൂപ്പർ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് സാർ. മനോജാണ്. ഞാനൊരു യാത്രയിലാണ് എറണാകുളത്തേക്ക്. ഫീഡ്ബാക്ക് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം സൂപ്പർ സെഷനാണ്. നമ്മളൊക്കെ ഈ കഴിഞ്ഞ കാലത്തെ കുറിച്ചുള്ള ഓരോ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ തലയിൽ കൊണ്ടു നടക്കുകയാണ്. അതുപോലെ തന്നെ വരാനിരിക്കുന്ന ഭാവിയെ കുറിച്ചുള്ള കുറെ സ്വപ്നങ്ങൾ കണ്ടിട്ട് അതും ചില വിഷമങ്ങളൊക്കെ ആയിട്ടും ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് എപ്പോഴും തലയിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്, അനാവശ്യമായിട്ട് ഇങ്ങനെ ഭാരം ചുമക്കുന്ന ഒരു പ്രകൃതമാണ് നമ്മൾ മനുഷ്യരൊക്കെ. അപ്പൊ അതിനൊരു മാറ്റം വരുത്താൻ ഇത് ഇന്നത്തെ സെഷൻ ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇറ്റ്സ് ഐ ഓപ്പണർ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. പറയാം ഫീഡ്ബാക്ക്. എവിടുന്ന് പറയാം, എങ്ങനെ തുടങ്ങാന്നുള്ള ചിന്തയിൽ നിൽക്കണോ? സാർ, ഇന്നത്തെ സെഷൻ അടിപൊളിയായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മ മനസ്സ് തുറന്നിട്ട് നമുക്ക് അതിന് മാറ്റങ്ങൾ വരുത്താന് സാർ ഇന്നത്തെ ആ ഒരു സോങ്സും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരുപാട് ഗാനങ്ങളാണ് സാർ ഇന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു നമുക്ക് മൂളിപ്പാട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ പാട്ടുകളാണ് സാർ ഇന്ന് നമ്മളെ മൈൻഡിൽ നിന്ന് തുറന്ന് പാടാനും പിന്നെ അതുപോലെ തന്നെ അത് നമുക്ക് ഉൾക്കൊണ്ടിട്ട് പിന്നെ നമ്മളെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാനും ഉള്ളിലുള്ള വിഷമങ്ങളും ഒരുപാട് ദേഷ്യങ്ങളൊക്കെ ഉള്ളിൽ എന്നും കൊണ്ടുപോകുന്നത് ഒഴിവാക്കിയിട്ട് ഫ്രാങ്ക് ആക്കിയിട്ട് നമ്മളൊന്ന് ക്ലിയർ ചെയ്യാനും ഇന്നത്തെ സെഷൻ വളരെയധികം ഉപകാരപ്പെടുത്തിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ജോസി സാർ, വണ്ടർഫുൾ സെക്ഷൻ ആയിരുന്നു. ആദ്യമായിട്ട് കേൾക്കുകയാണ് വെള്ളത്തിന്റെ ഭാരം. അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാവും, പക്ഷെ അത് അത്ര ഓർമ്മയിലില്ല വെള്ളത്തിന് എത്ര ഭാരം ഉണ്ട് എന്നുള്ളത്. എന്തായാലും നല്ലൊരു വെറൈറ്റി ക്ലാസ് തന്നെയായിരുന്നു. കാരണം വെള്ളത്തിന്റെ ഭാരത്തിൽ തുടങ്ങിയിട്ട് ഗാനത്തിലൊക്കെ അവസാനിച്ച നല്ലൊരു സെക്ഷൻ ആയിരുന്നു. വണ്ടർഫുൾ സെക്ഷൻ. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു. ഏതായാലും ടൈം കുറച്ചായില്ല അല്ലേ? ലോങ് ടൈം ആയി ഇങ്ങോട്ടേക്കുണ്ട്. എന്തായാലും മെസ്സേജിലും നമുക്ക് വന്നിട്ടുണ്ട് ഫീഡ്ബാക്ക്. വളരെ സന്തോഷം. ഫീഡ്ബാക്ക് പറഞ്ഞ എല്ലാവർക്കും ആശംസകൾ, നന്ദി അറിയിക്കുകയാണ്. സാറ് സാറിന് അറിയാലോ, ചിരി ചിന്ത വിജ്ഞാനം എന്നുള്ളൊരു ക്വിസ് പ്രോഗ്രാം കൂടി ഉണ്ട്. ഇതിന്റെ അതായത് ഗ്രോത്ത് നമ്മൾ മുന്നേറാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും ആളുകളുടെ ഫോട്ടോയും വെച്ചിട്ട് ഗ്രൂപ്പിലൂടെ അത് പോസ്റ്റ് ചെയ്യും. അപ്പോ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ 818ാമത്തെ ദിവസം ക്വിസ് മത്സരം നടത്താൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട നമ്മളുടെ കോഫി ടോക്കിന്റെ കോർഡിനേറ്ററായ ശ്രീ സാറിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. പ്ലീസ് വെൽക്കം ശ്രീ സാർ. ഒരു സെക്കൻഡ് സാറേ, ഞാൻ നന്ദി പറഞ്ഞില്ല. എനിക്ക് ഇന്നലെ വൈകിട്ട് സാറ് ഈ ഇതിൽ വീണ്ടും വരാൻ, ഈ 818ാമത്തെ സെഷനിൽ പങ്കെടുക്കാനും അത് നിങ്ങളുമായിട്ട് ആശയവിനിമയം ചെയ്യുവാനും ഒന്നിച്ചു കുറച്ചു നേരം സംസാരിക്കാനും തന്ന അവസരത്തിന് മനോജ് സാറിനും നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. ഒപ്പം ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുകയും ചെയ്യുന്നു. വീണ്ടും നമ്മൾ ഈ വേദികൾ കണ്ടുമുട്ടാം എന്നുള്ള ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഇന്നത്തെ ഒരു ദിവസവും ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളും സന്തോഷപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏറെ നന്ദിയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്ലീസ് വെൽക്കം ശ്രീ സാർ. ഓക്കെ, താങ്ക് യു ചെയർമാൻ. താങ്ക് യു സോ മച്ച്. ജോസ് സാർ, ഞാൻ സെഷനിൽ സാറുടെ ആ ഒരു സ്വരം മാധുര്യത്തിൽ ഇങ്ങനെ ലയിച്ചിരിക്കുകയായിരുന്നു. കാരണം വെള്ളത്തിന് എത്ര ഭാരം ഉണ്ടെന്നുള്ളതല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു വെള്ളത്തിന് വെള്ളമടിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് ആണോ? ആ ഒരു തരത്തിൽ ഞാൻ ഇന്നലെ ടൈറ്റിൽ കണ്ടപ്പോൾ അങ്ങനെ ഏറെ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു.
എന്തായിരിക്കും, എങ്ങോട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. അതൊക്കെ ഒരു ട്രെയിനറെ കഴിവാണല്ലോ, എങ്ങോട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. പക്ഷെ പിന്നീട് സാറ് സ്പിരിറ്റ് എന്നുള്ള ചിത്രത്തെ ഒന്ന് കവർ ചെയ്തപ്പോൾ ഏകദേശം മനസ്സിലായി ആ ഒരു വെള്ളവും നമ്മുടെ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ശരിക്ക് സാറ് പറഞ്ഞ സ്പിരിറ്റ് എന്ന ഫിലിമില് ശരിക്കും വെള്ളത്തിനെ കുറിച്ചാണല്ലോ, അതിന്റെ ദൂഷ്യഫലങ്ങളും അതൊരു മനുഷ്യനുണ്ടാക്കുന്ന ഒരു ജീവിതചക്രത്തിൽ മൊത്തം ഉണ്ടാക്കുന്ന ഒരു മാറ്റങ്ങളെ കുറിച്ചുള്ള നല്ലൊരു ഫിലിമായിരുന്നു. ആ ഒരു ഫിലിം കടമെടുത്തുകൊണ്ടാണ് ഇന്നത്തെ ക്വിസ് ക്ലബ്ബ് തയ്യാറാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഞാൻ കരുതുന്നത് ജോസ് സാർ നല്ലൊരു വായനാശീലമുള്ള ഒരു വ്യക്തിയാണെന്നാണ്. കാരണം അദ്ദേഹത്തിന്റെ ചിത്രത്തിന്റെ പുറകിലിരിക്കുന്ന ലൈബ്രറി ഞാൻ കുറെ നോക്കി, ഞാൻ സൂം ചെയ്ത് നോക്കി ഏതാണ് ബുക്ക് എന്നുള്ളത്. ബുക്ക് എന്ന് അത്രയും സൂക്ഷ്മമായി കാണുന്നില്ലെങ്കിലും ഒരുപാട് ബുക്കുകളുടെ ശേഖരം ഉണ്ടെന്നുള്ള അദ്ദേഹത്തിന്റെ ട്രെയിനിങ്ങിൽ നിന്ന് മനസ്സിലായി. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ നേരെ പുറകിലിരിക്കുന്ന ലൈബ്രറി നമ്മൾ സൂചിപ്പിക്കുന്നതാണ്. വൺസ് അഗൈൻ എക്സലന്റ് സെഷൻ ആണ് ജോസ് സാർ, എക്സലന്റ്. അപ്പൊ ഏതായാലും ഇന്നത്തെ സാറുടെ ആ ഒരു ഗാന ശിഖരങ്ങൾ കടമെടുത്തുകൊണ്ടാണ് ഇന്നത്തെ ക്വിസ് ക്ലബ്ബ് തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ ചെയർമാൻ പറഞ്ഞ പോലെ ചിരി, ചിന്ത, വിജ്ഞാനം, ഇത് മൂന്നും മാറി മാറിയായിരിക്കും നമ്മുടെ ക്വിസ് ക്ലബ്ബിൽ വരുന്നത്. അപ്പൊ ഇന്നൊരു വിജ്ഞാനം ആയിക്കോട്ടെ എന്നാണ് കരുതുന്നത്. ഒരു വിഷ്വലൈസേഷനിലൂടെ കടന്നു പോകുന്ന വിജ്ഞാനമാണ്. നിങ്ങളുടെ മുന്നിൽ ഒരു സ്ക്രീൻ ഷെയറിംഗ് വരുന്നതായിരിക്കും. ആ സ്ക്രീൻ ഷെയറിംഗ് ശ്രദ്ധിച്ച് കേൾക്കുക. അത് ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാറ്റ് ബോക്സിൽ എന്തുണ്ടാവും, ക്വസ്റ്റ്യൻ വരും, ഓപ്ഷൻ ടൈപ്പിന് വരും. നിങ്ങൾക്ക് ആ ചാറ്റ് ബോക്സിൽ തന്നെ ഓപ്ഷൻ ടൈപ്പ് ആൻസർ ചെയ്യാം. അവരായിരിക്കും ജോസ് സാറെ ഇന്നത്തെ വിന്നർ. ഈ വിന്നറുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കോഫി ടോക്ക് ഞങ്ങൾ ഡയറക്ട്ലി മെയിൻറ്റെയിൻ ചെയ്യുന്ന 3 ഗ്രൂപ്പ് ഉണ്ട്. 2 ഗ്രൂപ്പ് കോഫി ടോക്ക് 1, 2 ആൻഡ് ഒരു ഓപ്പൺ ഗ്രൂപ്പും. അങ്ങനെയാണ് കോഫി ടോക്കിന്റെ സ്ട്രക്ചർ വരുന്നത്. ഈ 2000-ൽ പരം ആളുകളിലേക്ക് വിത്തിൻ സെക്കൻഡുകൾക്കകം, മിനിറ്റുകൾക്കകം, ഇന്ന് മനോജ് സാറാണ് യാത്രയിലാണ് എങ്കിൽ പോലും അദ്ദേഹം എന്തായിരിക്കും ഒരു പോസ്റ്റർ തയ്യാറാകും, ടുഡേ സ്റ്റാർ ഓഫ് ദി ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു പിക്ചർ വെച്ചിട്ട് 2000-ഓളം ഗ്രൂപ്പ് ആളുകളിലേക്ക് ഞങ്ങൾ ഡയറക്ട്ലി പുഷ് ചെയ്യും. പിന്നെ അത് അവിടെ കിടന്ന് അങ്ങനെ ഒറ്റയടിക്ക് വേണ്ടാണ്ട് പടർന്ന് പന്തലിച്ച് കേരളം മൊത്തം ഒറ്റയടിക്ക് ഒറ്റ ചോദ്യം കൊണ്ട് ഒരു പിക്ചർ മല്ലികാമയുടെ പോലുള്ള ഒറ്റപ്പാലം വരെ എന്ത് ചെയ്യും എത്തുന്ന ചുരുക്കം ഒറ്റ ചോദ്യം കൊണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇന്നത്തെ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടേ, ആ സ്ക്രീൻ ഷെയറിങ് കണ്ടുകൊള്ളാം. ക്വസ്റ്റ്യൻ ഇന്നത്തെ നമ്മുടെ ട്രെയിനർക്കും പറയാട്ടോ, ട്രെയിനർക്കും പറയാം, അതോടൊപ്പം തന്നെ ഇന്നത്തെ ചെയർമാനും പറയാം. കാരണം എന്താ വെച്ചാൽ കബീർ സാറെ ചോദ്യത്തിന്റെ ചോർച്ച ഉണ്ടായിട്ടില്ല എന്ന് ചുരുക്കം. ഓക്കെ, റൈറ്റ്. അപ്പോൾ കബീർ സാറൊക്കെ ഇതിൽ വിൻ ചെയ്യുന്ന ആളാട്ടോ. അപ്പൊ കബീർ സാറ് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ക്വസ്റ്റ്യൻ കൊണ്ടുപോകും. കാരണം അദ്ദേഹത്തെ നമ്മൾ അദ്ദേഹത്തെ കൂടെ പരിഗണിക്കണമല്ലോ. അതെ, നമ്മളതിലെ കോഫി ടോക്കിലെ സ്ഥിരം നമ്മളൊരു രക്ഷാധികാരി കൂടിയാണ്. സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടേ. ഓക്കെ, സ്ക്രീൻ ഷെയറിങ് ശ്രദ്ധിച്ച് കേൾക്കുക. അതോടൊപ്പം ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ അപ്പം തന്നെ ചെയ്യാം. ഓക്കെ, റൈറ്റ്. വെയിറ്റ്. ഒരു സ്ക്രീൻ ഷെയറിങ് നിങ്ങൾ മുന്നിലേക്ക് വരുന്നുണ്ടേ. സ്ക്രീൻ ഷെയറിങ് ശ്രദ്ധിച്ച് കേൾക്കാം. സ്ക്രീൻ ഷെയറിങ് നിങ്ങളുടെ മുന്നിൽ ഓൾറെഡി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാ ഇപ്പോൾ ഓൾറെഡി സെറ്റായി വന്നു കഴിഞ്ഞു. ഓക്കെ, റൈറ്റ്. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രം എരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രം എരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. ഒരു ചുംബനത്തിനായി ദാഹം ശമിക്കാതെ എരിയുന്ന പൂവിതൾ തുമ്പുമായി പറയാത്ത. ഓക്കെ, താങ്ക് യു. ഓൾറെഡി എനിക്ക് കിട്ടുന്നതൊക്കെ കിട്ടിക്കഴിഞ്ഞു സാറേ, അതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. ഓക്കെ, റൈറ്റ്. ചാറ്റ് ബോക്സ് നോക്കാം. ചാറ്റ് ബോക്സിൽ മനോജ് സാർ യാത്രയിലാണെങ്കിൽ കുഴപ്പമില്ല. മനോജ് സാറ് യാത്രയാണ്, ബുദ്ധിമുട്ടുണ്ടോ മനോജ് സാറേ?
കുഴപ്പമില്ല, ഞാൻ നോക്കാം, പ്രശ്നമൊന്നുമില്ല. നോക്കാമല്ലോ. ഓക്കെ, ചോദ്യം ഇതായിരുന്നു. നമ്മുടെ ജോസ് സാറ് പറഞ്ഞ ആ ഒരു ചോദ്യത്തിന് നമ്മുടെ കോഫി ടോക്കിലെ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ അംഗം കൂടിയായ അസീസ് വിളംബരത്തിന്റെ സ്വരം മാധുര്യത്താൽ രണ്ടുപേരും മൂളി. ആ ഒരു മൂളി തന്നെയാണ് കടമെടുത്തുകൊണ്ടാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ടുള്ളത്. സ്പിരിറ്റ് എന്ന മലയാള സിനിമയുടെ മലയാള സിനിമ സംവിധാനം ചെയ്ത ആരാണെന്നുള്ളതാണ് ആൻസർ. ഓൾറെഡി അതിൽ വന്നു കഴിഞ്ഞു. മനോജ് സാറെ, കറക്റ്റ് ആൻസർ രഞ്ജിത്താണ്. ബി ആണ് ആൻസർ. ഓക്കെ, ഓക്കെ. റൈറ്റ് ആൻസർ എഴുതിയിരിക്കുന്നത്, ഏറ്റവും ആദ്യം എഴുതിയിരിക്കുന്നത് JFM ശ്രീജന ടീച്ചർ. കുറെ നാളുകൾക്ക് ശേഷം ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ ഡേ ആണ് ശ്രീജന ടീച്ചർ. കൺഗ്രാജുലേഷൻ ശ്രീജന ടീച്ചർ. ഓവർ ടു ശ്രീ സാർ. ഓക്കെ, താങ്ക് യു ശ്രീ ടീച്ചർ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഒന്ന് ജോസ് സാറെ, നമ്മുടെ ഗപ്പ് കൊണ്ടുപോയത് ബാലുശ്ശേരിക്കാണ്, കോഴിക്കോട് ജില്ലക്ക് നേരെ ഞങ്ങളെ കൊടുത്തു വിട്ടു. ഈ ശ്രീജന ടീച്ചറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ലായിരുന്നു. ഇവരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ മാറിക്കളഞ്ഞാൽ മതി നേരത്തെ. മൂന്നാള് വന്ന് നമ്മള് കേറണ്ട. അതെ അതെ, വൈഫൈയുടെ ഉള്ളിലാണ് കയറിയിരിക്കുന്നത്. എനിവേ, കൺഗ്രാറ്റുലേഷൻ ശ്രീ ടീച്ചറെ. താങ്ക് യു. ഓക്കെ, കൺഗ്രാറ്റ്സ്. കബീർ സാറേ, അത് ഇന്നത്തെ ട്രെയിലർ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കണം. അത് എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കണം. ആ ചിന്ത നല്ലതല്ല, ആ ചിന്ത ഒഴിവാക്കണം. പക്ഷെ അതൊക്കെ തുടങ്ങിയല്ലേ, നമ്മൾ ശ്രമിക്കാനേ പറ്റൂ, ഒറ്റയടിക്ക് മാറ്റാൻ പറ്റൂലല്ലോ. ഇതൊക്കെ പണ്ട് തൊട്ടേ ഉള്ളതാണ്. റൈറ്റ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ആൻഡ് ഓവർ ടു ചെയർമാൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശ്രീ സാർ. പ്രതീക്ഷിക്കാതെയാണ് ചില സമയത്ത് ശ്രീ സാറിന്റെ ചോദ്യങ്ങളൊക്കെ വരിക. വളരെയധികം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ചോദ്യങ്ങളും ആയിരിക്കും. അത് സ്പോട്ടിൽ എന്താണോ സെഷൻ നടക്കുന്നത് അതിൽ നിന്നും എടുത്തിട്ടാണ് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുക. ആ ചോദ്യങ്ങൾ ചോദിച്ച ശ്രീജിത്ത് സാറിന് ആശംസകൾ അറിയിക്കുന്നു. അതിന്റെ ജഡ്ജായ വന്ന മനോജ് സാറിനും, അതുപോലെ തന്നെ ഇന്ന് സ്റ്റാർ ഓഫ് ദ ഡേ ആയ ശ്രീജന ടീച്ചർക്കും അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. ഇന്നത്തെ സെഷന് ഹൃദയത്തില് ഒരു വെള്ളം കയ്യെ പിടിച്ച് നിൽക്കുന്ന മാതിരി ഒരു ഭാരല്ലാതെ നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് അനുഗ്രഹം നൽകട്ടെ എന്നാണ് ഇങ്ങനത്തെ ഒരു സമയത്ത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാനാണല്ലോ. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ എന്തായാലും പ്രാർത്ഥിക്കുമല്ലോ. ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണ്. എന്റെ വിശ്വാസം അനുസരിച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇനിയും നമുക്ക് നല്ല നല്ല ടോപ്പിക്കുകളുമായിട്ട് ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ കോഫി ടോക്കിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ കോഫി ടോക്ക് ഇവിടേക്ക് എത്തിച്ചു തന്ന ഫൗണ്ടറായ ഹിഷാം സാറ്, അതുപോലെ തന്നെ കോർഡിനേറ്റർമാരായ ശ്രീജിത്ത് സാറ്, രേഖ മാം, മുജീബ് സാറ്, അതുപോലെ തന്നെ എല്ലോ പ്രസിഡന്റുമാരായ റിയാസ് സാറ്, പ്രണവ് സാറ്, അതുപോലെ ഒത്തിരി പേരാണ് ഇതിനു വേണ്ടിയിട്ട് അഹോരാത്രം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ മനോജ് സാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏത് സമയത്തും എന്തിനും വിളിച്ചു കഴിഞ്ഞാൽ മുന്നിലെത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ജോഷി സാറ് ഈ കോഫി ടോക്ക് 818 എത്തിയിട്ടുള്ളത്. ഏതായാലും വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി അബ്ദുൽ ഖാദർ മണ്ണറക്കാട്, ഓൺലൈനിലായിട്ടും ഓഫ്ലൈനിലായിട്ടും ബിസിനസ് നടത്തുന്ന പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരനാണ്, അതിന്റെ നാട്ടുകാരനാണ്, നമ്മളെ കോഫി ടോക്കിന്റെ സ്ഥിരം പ്രേക്ഷകനാണ്. അവരെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം. താങ്ക് യു സാർ. താങ്ക് യു. ഞാൻ ഖാദർ മണ്ണാർക്കാട്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ 7 AM കോഫി ടോക്ക് ഷെയർ ചെയ്ത, മലേഷ്യയിൽ നിന്ന് ഷെയർ ചെയ്ത എന്റെ സുഹൃത്ത് ഉസ്മാൻ സാർക്ക് ഞാൻ ഇന്ന് എന്റെ ഹൃദയമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഇന്നത്തെ ട്രെയിനറായിട്ടുള്ള ജോഷി സാർ, നമ്മുടെ നെഗറ്റീവ് ചിന്തകള് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നും കളഞ്ഞ് നമ്മൾ ഭാരം ഒഴിവാക്കണമെന്ന് പറഞ്ഞ്, അതുപോലെ തന്നെ നല്ല കവിത പാട്ടുകളിലൂടെയൊക്കെ ഇന്നത്തെ മോർണിംഗിനെ വൈബാക്കി തന്ന ജോഷി സാർക്ക് ഇന്ന് ഞാൻ എല്ലാവിധ നന്ദിയും എന്റെ പേരിലും നമ്മളെ കോഫി ടോക്കിന്റെ പേരിലും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ കോഫി ടോക്കിനെ നെടുന്തൂണായിട്ടുള്ള അതുപോലെ തന്നെ ഹിഷാം ഹൈദർ സാർ, മുജീബ് സാർ, രേഖ മാം, അതുപോലെ തന്നെ മനോജ് സാർ, അതുപോലെ തന്നെ നാഗൻ സാർ, അതുപോലെ തന്നെ കബീർദാസ് സാർ ഒക്കെ ഉണ്ട്. എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും, അതുപോലെ തന്നെ എല്ലാ പ്രസിഡന്റ് തവന്നൂർ ആൻഡ് വണ്ടൂര് ഒക്കെ ഉണ്ട്. എല്ലാവർക്കും ഇതുപോലെ തന്നെ ഇന്നത്തെ വിന്നർ ശ്രീജന ടീച്ചർ, അതുപോലെ തന്നെ കിസ് മാസ്റ്റർ മനോജ് സാറ്, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി. ഇന്നത്തെ പാർട്ടിസിപ്പേറ്റ് മുഴുവൻ ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞു നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ.
താങ്ക് യു സാർ. മാക്സ് 7 ഒരു മോർണിംഗിലെ അല്ലെ എക്സസൈസിന്റെ ഇടയിലാണ് നമുക്കിന്ന് നന്ദി പറയാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഒരുപാട് നന്ദി. കാരണം എന്താന്ന് വെച്ചാല് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ആ സംഭവങ്ങളാണ് ഇതൊക്കെ. നമ്മളൊരു നോ പറയേണ്ടടുത്ത് പറയണം, പക്ഷേ ചില സംഭവങ്ങൾ നമുക്ക് നോ പറയാതിരിക്കുന്നതിൽ നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാവും, എന്നാ ഉപദ്രവം ഉണ്ടാവും. ഹൃദയത്തിന്റെ വേദനകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുറേക്കും സത്യസന്ധമായിട്ടും അതുപോലെ തന്നെ മറ്റൊരാളെ ചീത്ത പറയാതെ, ഇവിടുത്തത് അവിടെ പറയാതെ, സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് മറുപടി കൊടുത്തുകൊണ്ട്, അവരോട് വിളിക്കുന്ന കോളിന് അറ്റൻഡ് ചെയ്തുകൊണ്ട്, അവർക്ക് ഇല്ല എന്നുള്ളൊരു വാക്കാണെന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ മനസ്സിന്റെ വേദന കുറച്ച് കുറക്കാൻ പറ്റും. ഏതായാലും ഇന്നത്തെ ഈ പ്രോഗ്രാം 818ാമത്തെ ദിവസം ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ടതാണ്. കാരണം എല്ലാവർക്കും അവരവരുടേതായ ജോലികളുണ്ട്. ഇത്രയും നേരം കേട്ട നമ്മളെ 818ാമത്തെ ദിവസം കോഫി ടോക്കിനെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ദ പ്രോഗ്രാം ഇൻ കണക്ഷൻ വിത്ത് 7 AM കോഫി ടോക്ക് ഈസ് ഹിയർ ബൈ അഡ്ജന്റ്. താങ്ക് യു ഓൾ. ഗുഡ് ബൈ. Thank you, Usman sir. Thank you, Joshi sir. Thank you all. Thank you so much. Thank you all, Joshi sir. Thank you. Thank you. Sorry. ശ്രീജിത്ത് സാർ ആ പാട്ട് കേടുന്നത് പാട്ട് വന്നില്ലല്ലോ. അപ്പോ ഇത് ഏതെല്ലാം പാട്ടാണ് ശ്രീജിത്ത് സാറേ? നല്ല രസം ഉണ്ടാവുമല്ലോ പാട്ട്. അത് സ്റ്റാർട്ടിങ് മുതലിട്ട് അടിപൊളി പാട്ടാണ്. സ്പിരിറ്റ് എന്നുള്ള പടത്തിലാണ്. പാടൊക്കെ പിന്നെ നോക്കപ്പാണ് കേട്ടോടി പാട്ട്. അല്ല സ്പിരിറ്റിലെ കേട്ടാലോ അത് മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രം എരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ.